welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് നല്ല ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാം. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. സാധാരണ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടുന്ന സംഭവമാണിത്. കസ്റ്റാർഡ് പൗഡറും പാലും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ അല്ലേ, അപ്പോൾ വാനില ചേർന്ന കസ്റ്റാർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു വാനിലയുടെ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറയാനും മാത്രം ഉണ്ടാവുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഗസ്റ്റിനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്ക്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു 2.5 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് കലക്കിയെടുക്കണം. ഈ കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റായിട്ട് നമ്മൾ പാലിൽ ഇട്ട് കഴിഞ്ഞാൽ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്. അപ്പോൾ ഈ തിളപ്പിക്കാൻ വെച്ച സമയത്ത് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്, ചൂടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലെ കട്ടകളെല്ലാം അലിഞ്ഞു വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചാൽ മതിയാവും. 2.5 തൊട്ട് 3 ടേബിൾ സ്പൂൺ വരെ കസ്റ്റാർഡ് പൗഡർ എടുക്കാം, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ഇവിടെ എല്ലാവർക്കും നല്ല മധുരം ഇഷ്ടമായതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതിയാവും. അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാല് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ തീ അല്പം കുറച്ച് വയ്ക്കാം, ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മൾ കസ്റ്റാർഡ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കുറുകാൻ തുടങ്ങും. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അപ്പോൾ കുറുകി വരും. എന്നിട്ട് 1-2 മിനിറ്റ് അത് വെന്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫ്ലേവറൊക്കെ വരാൻ തുടങ്ങുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം. 1-2 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കും തോറും നന്നായിട്ടൊന്നുകൂടെ കുറുകി വരും. അതിനുശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്തേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പം ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കുക. കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, താഴെ വയ്ക്കുക. അതിനുശേഷം എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 20 മിനിറ്റോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക. ഐസ് ക്യൂബ് ചേർക്കുന്നതാണ് നല്ലത്. ഐസ് ക്യൂബ് ചേർക്കുമ്പോൾ നന്നായിട്ട് അടിച്ചു വരുമ്പോൾ ഇത് പതഞ്ഞ് വരും. അപ്പോൾ ഇതൊന്ന് ഡൈല്യൂട്ടായി വരികയും ചെയ്യും. കുറച്ച് വെള്ളം കൂടെ വേണമല്ലോ, ഇത് നന്നായിട്ട് കുറുകിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് കുടിക്കാൻ സൗകര്യം. അപ്പം അത് എത്രത്തോളം ലൂസാക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബും ഐസ് വാട്ടറും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ് ക്യൂബ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് തിക്കായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് എത്രത്തോളം ലൂസാവണമെന്ന് കണക്കാക്കി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു വരും. അപ്പോഴാണ് അതിന് ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരുന്ന രീതിയിൽ 1 മിനിറ്റോ 1-2 മിനിറ്റോ ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് 1-2 സാധനങ്ങളൂടെ നമുക്ക് ചേർക്കണം.
ഞാനിപ്പോൾ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആപ്പിളാണ് സാധാരണ കല്യാണ വീടുകളിലൊക്കെ കൂടുതലും കാണാറുള്ളത്. അപ്പം നിങ്ങൾ ആപ്പിൾ ചേർക്കുക. അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. കുറച്ച് കടിക്കാൻ കിട്ടുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ചേർക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ചെറിയ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, നട്ട്സ് പൊടിച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. പിന്നെ കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ സബ്ജ സീഡ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ടാവും. അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുമ്പോഴേക്കും നന്നായിട്ട് തണുത്ത് കിട്ടും. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ഡെക്കറേറ്റ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നല്ല കമൻസ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്